കമ്മിറ്റി കമ്മിറ്റിയിൽ സ്ഥാനം മോഹികൾ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പ്രസിഡന്റ് ആവണം, എനിക്ക് സെക്രട്ടറി ആവണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത് വാട്സാപ്പിൽ ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞു. എവിടെയോ ഒരു പള്ളിയിൽ പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ചെറിയ വീട്ടുകാരും അല്ലെങ്കിൽ ചെറിയ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടുകാർ അതിന്റെ പ്രശ്നത്തിൽ ഇങ്ങനെ തുടരും. ഓരോന്നായി ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് വലുതാക്കി കഴിഞ്ഞ് ആ ഉസ്താദിന് ഒരു കാരണവുമില്ലാതെ അവിടുന്ന് തട്ടിമാറ്റുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഇത് കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ശരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരെ തിരിച്ചറിയണം എന്ന രീതിയിലാണ്. നോക്കൂ, നിങ്ങൾ ഈ അടുത്തായിട്ട് ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് ചിന്തിപ്പിച്ച് കളഞ്ഞു ആ ഒരു വീഡിയോ എന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നെ വല്ലാണ്ടങ്ങ് ചിന്തിപ്പിച്ചു പോയി. മാത്രമല്ല, ആ വീഡിയോ കണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കിയതായ ആൾക്കാർ ആ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. ആ വീഡിയോ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരും കാണേണ്ടതായ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ വീഡിയോന്റെ അകത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതായ ഉസ്താദന്മാർ, അവരെക്കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോന്റെ അകത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ശരിക്കും റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ കണ്ടേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട് ഉസ്താദന്മാരെ കുറിച്ചിട്ട്. അവർ ചെയ്യാത്ത തെറ്റിന് കുടുങ്ങിപ്പോകുന്നതും മാത്രമല്ല കമ്മിറ്റി ഭാരവാഹികളുടെ ചില സംഭവങ്ങളും നാട്ടുകാരുടെ സംഭവങ്ങളും അതേപോലെ കുട്ടികളുടെ സംഭവങ്ങളും ഇങ്ങനെ തുടർന്ന് ഓരോ വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് അവർ ചെയ്ത ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഈ വീഡിയോ ചെയ്തത് കർണാടക ഭാഗത്തെ ആൾക്കാരാണ്. അപ്പോൾ ഞാനും കർണാടകക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുപോലെയുള്ള കണ്ടന്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ജനസമൂഹത്തിന് ഉപകാരപ്രദമായി അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റാണ് നിങ്ങളെല്ലാവരും ക്രിയേറ്റ് ചെയ്യുകയും അത് ഷെയർ ചെയ്യേണ്ടത്. ഇത് അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ അങ്ങ് തളർത്താൻ നോക്കിയ ചില വിഭാഗക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ആരിഫ് ഹുസൈനെ പോലെ, അല്ല അവൻ്റെ പേരെന്താ, ആരിഫ് ഹുസൈൻ, അങ്ങനെ കുറേ ആൾക്കാർ എക്സ് മുസ്ലിമോ അത് ഇത് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ മുസ്ലിമീങ്ങളെ അങ്ങ് ഒരു സമൂഹത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ ആർട്ടിക്കിളും അതേപോലെ പോസ്റ്ററും ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാനും ചില ആൾക്കാർ. അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകുന്നതായ വീഡിയോസാണ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കേണ്ടത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എടാ, നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ടൗൺ വരെ പോയി വരട്ടാ. മറ്റന്നാൾ മദ്രസ സ്റ്റാർട്ട് ആവാമല്ലോ. അനിയന് ബാഗ് മേടിക്കാണ്ടായിരുന്നു. നിന്റെ അനിയന് മേടിക്കാനില്ലേ? വേണ്ട, ഇനി മുതൽ അവനെ മദ്രസയിൽ അയക്കില്ല എന്ന് ഉപ്പ പറഞ്ഞായിരുന്നു. ഉപ്പാക്കും ഉസ്താദിനും കമ്മിറ്റി പരമായ എന്തോ പ്രശ്നമുണ്ട്. താജുദ്ദീൻ, ആ ഗേറ്റ് ഒന്ന് നടക്കണേ പോകുമ്പോ. ആ ശരി ഉസ്താ. ആ ഗേറ്റ് അടിച്ചല്ലേ, ഇനി അവളും ക്ലീൻ ചെയ്ത് എല്ലാ ജോലിയും നമ്മളാണ് ചെയ്ത് കൊടുക്കാം. മാസം മാസം ജമാഅത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് മൊബൈലിൽ നിന്ന് കുത്തിരിക്കാനല്ലേ? ആ, താൻ ശമ്പളത്തെ കുറിച്ചൊന്നും പറയണ്ട. താൻ എന്താ വിചാരിച്ചേ, ഉസ്താദന്മാർക്ക് മാസം മാസം ലക്ഷങ്ങൾ കൊടുക്കുന്നെന്നാണോ? തനിക്കറിയോ, ഏറ്റവും തുച്ഛമായ ശമ്പളമാണ് ഞാൻ ഉസ്താദന്മാർക്ക് കൊടുക്കുന്നത്. ബേക്കറിയിലോ ഏതോ കടയിലോ സെയിൽസ്മാനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 20,000 30,000 സാലറി ഉണ്ട്. പക്ഷേ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ദീനപരമായ കാര്യം പറഞ്ഞു തരുന്ന ഉസ്താദന്മാർക്ക് 15,000 മുകളിൽ സാലറി കൊടുക്കാനായില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽക്ക് ഇരയാവുന്നതും നമ്മൾ ഉസ്താദന്മാർ തന്നെയാണ്. ചോദിക്കുമ്പോ എല്ലാവരും പറയുമല്ലോ ഉസ്താദിന്റെ ശമ്പളത്തിന് ബർക്കത്ത് കൂടുതലാണെന്ന്. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് പ്രത്യേകിച്ചിട്ട് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ കൊടുക്കുന്ന അതേ വിലയാണ് അവരും കൊടുത്ത് സാധനം വാങ്ങുന്നത്. അവർക്കും കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മക്കളെ കെട്ടിച്ചയക്കേണ്ടതുണ്ട്, വീട് നിർമ്മിക്കേണ്ടതുണ്ട്. ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എല്ലാ നാട്ടിലും പള്ളി കമ്മിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. അതും പറഞ്ഞിട്ട് ഉസ്താദന്മാരെ വെറുത്തിട്ട് അനിയനെ മദ്രസയിൽ അയച്ചില്ലെങ്കിൽ നാളെ കമ്മിറ്റിക്കാർ വന്ന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കും. ആർക്കാ നഷ്ടം? ഉസ്താദിനാ. ഞങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദന്മാർ നമ്മൾ അടിമകളാണെന്ന്. അത് മാറണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശരിക്കും ഉള്ള കാര്യം നിങ്ങൾ തുറന്ന് കമൻസിലൂടെ ഇടണം. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ചെയ്തു വെച്ച കാര്യങ്ങൾ ശരിയല്ലേ?
100% ശരിയാണ്. ഒരു പള്ളിയിൽ ഉസ്താദന്മാർ വന്ന് കയറി ആദ്യത്തെ ഒരു കൊല്ലം നല്ല രീതിയിൽ അവർ വേണ്ടതായ എല്ലാ പരിചരണങ്ങളും അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. അടുത്ത കൊല്ലത്തേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ പ്രാരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ വീട്ടുകാരും അല്ലെങ്കിൽ ചെറിയ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടുകാർ അതിൻ്റെ പ്രശ്നത്തിൽ ഇങ്ങനെ തുടരും. ഓരോന്നായി ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് വലുതാക്കി കഴിഞ്ഞ് ആ ഉസ്താദിനെ ഒരു കാരണവുമില്ലാതെ അവിടുന്ന് തട്ടിമാറ്റുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഇത് കാണണം. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഒരു ഉസ്താദിനെ, ചെറിയ തുച്ഛ ശമ്പളം മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ, ദീനീ പ്രബോധനം നടത്തുന്ന ഉസ്താദിനെ, 8-9 കൊല്ലം ദർസ് പഠിച്ചതായ ഉസ്താദിനെ ഒരു അറിവുമില്ലാത്ത പടുജായിലായ കമ്മിറ്റി ഭാരവാഹികൾ പുറത്താക്കുന്നു. എല്ലായിടത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചിലയിടത്ത് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഉസ്താദന്മാരെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിന് വേണ്ടി വിളിക്കുന്നത്. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും ഒരു ഖത്തീബിനെയോ അല്ലെങ്കിൽ ഒരു സദറിനെയോ അല്ലെങ്കിൽ മുഅല്ലിമിനെയോ അല്ലെങ്കിൽ മുഅസ്സിനെയോ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കോൾ വിളിച്ച സമയത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറയും, നിങ്ങൾ വെള്ളിയാഴ്ച വരാൻ പറ്റുമോ ഉസ്താദ്? ഖത്തീബാണെങ്കിൽ ഉസ്താദ് വെള്ളിയാഴ്ച വന്നിട്ട് ഒന്ന് ഖുത്ബ ഓതാൻ പറ്റുമോ? ഓക്കെ, ആ ഉസ്താദ് വെള്ളിയാഴ്ച എന്ന് വന്നു ഖുത്ബ ഓതി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കും ആര് കമ്മിറ്റിക്കാർ. ഓക്കെ, ഇങ്ങനെ കേട്ടിരിക്കും. ഇവർക്കൊന്നും അറിയില്ല സത്യത്തിൽ എന്താണ് ആ ഓതുന്നത് എന്നാണ്, അല്ലെങ്കിൽ എന്ത് സംഭവം എന്നറിയില്ല. ഇങ്ങനെ കേട്ടിരുന്നിട്ട് ആ ഉസ്താദിന്റെ ചെറിയ ഫോൾട്ട് ഉണ്ട്, എന്ത് ശരിക്കും നീട്ടാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ രീതിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഉസ്താദിനെ അയക്കും. പിന്നെ അടുത്ത് ഇവർ ടെസ്റ്റിങ് നടത്താൻ ഇവർ ആരാണ്? നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? പടുജായിലായ ആൾക്കാരാണ് ഉസ്താദന്മാരെ ടെസ്റ്റ് ചെയ്യുന്നത്. 8-9 കൊല്ലം പഠിച്ച ഉസ്താദന്മാരെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഓക്കെ, കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. ഇനി ആ ഉസ്താദ് അവിടേക്ക് ജോലിക്ക് കയറി. ശമ്പളത്തിൽ ചെറിയൊരു ശമ്പളം, എങ്ങനെ പോയാലും 15,000-ഓളം ശമ്പളം കൊടുക്കും ഒരു ഖത്തീബിന്, അല്ലേ? 15,000-ഓളം ശമ്പളം കൊടുത്തു. ആ ഉസ്താദിനെ അവിടെ നിർത്തി. ഒരു കൊല്ലത്തോളം നല്ല രീതിയിൽ നല്ല ഐക്യത്തോടെ നല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് കാര്യമാണ് ആ ഉസ്താദിന്. അങ്ങനെ കൊണ്ടുപോയി പൊക്കി വെക്കും ഒരു കൊല്ലത്തോളം. ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒറ്റ വിടൽ. പിന്നെ ആ ഉസ്താദ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറക്കുന്നതല്ല, കൊണ്ടുപോയി ഇടുന്ന് ഒറ്റ വിടൽ, അത് താഴേക്ക് വീണു ആ ഉസ്താദ്. എന്ന് വെച്ചാൽ ആ ഉസ്താദിനെ ഒരു പരിഗണനവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കമ്മിറ്റി മീറ്റിംഗ് കൂടും. എന്നിട്ട് നമുക്ക് ഈ ഉസ്താദ് പറ്റൂല, നമുക്ക് അടുത്ത ഉസ്താദ് വേണം. എന്നിട്ട് ഒരു കൊല്ലത്തേക്ക് ആ ഉസ്താദിനെ മാറ്റി മറ്റേ ഉസ്താദ് വന്നവിടേക്ക്. ഇതാണ് ഇപ്പോൾ മിക്ക പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജോലി ഓക്കെ, ഇനി പള്ളിയിൽ ഒരു മുഅസ്സിനാണെങ്കിൽ ആ ഒരു പള്ളിയുടെ ടോയ്ലറ്റ് അടക്കം കഴുകിപ്പിക്കുന്ന എത്രയോ കമ്മിറ്റിക്കാരുമുണ്ട് പള്ളിയിൽ ടോയ്ലറ്റ് കഴുകിപ്പിക്കുന്ന. നിങ്ങൾ മനസ്സിലാക്കണം, അവര് ഇൽമു പഠിച്ച ആൾക്കാരാണ്. അവിടുത്തെ കുട്ടികളെ കൊണ്ട് അവര് എന്തെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെയും എതിർക്കുന്ന കമ്മിറ്റിക്കാർ. നമ്മൾ ശമ്പളം നൽകുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ കഴിയൂടെ? ഈ പറയുന്ന നാട്ടുകാരല്ലേ അവിടെയൊക്കെ വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ ഇരുന്ന് പോകുന്നത്, അവർക്ക് കഴിക്കൂടെ? ജോലി ചെയ്യാനല്ല ഉസ്താദന്മാർ പള്ളിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ കൂടി പോവും. ചിലയിടത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു പള്ളിയിലേക്ക് പോയി. അവിടെ ബാത്റൂം ഒരു ഉസ്താദ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടപ്പോൾ നല്ലോണം വിഷമമായി പോയി. ഞാൻ ആ ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അത് ഉസ്താദ് ഇവിടെ ബാത്റൂം കഴുകണം, ഹൗള് കഴുകണം, പിന്നെ ഇവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കഴുകണം, പള്ളി ക്ലീൻ ചെയ്യണം, എല്ലാ കാര്യവും ഞാൻ നോക്കണം ഉസ്താദെ. ശമ്പളമാണെങ്കിലോ ചെറിയൊരു ശമ്പളമാണ് എനിക്ക് തരുന്നത്. ഇത് കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമമായി പോയി. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഉസ്താദ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ജോലി കിട്ടാത്തത് കൊണ്ട് അവിടെ പോയി പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പകുതിയിൽ വിട്ട് കഴിഞ്ഞാൽ വേറെ ജോലിയില്ല. വീട്ടുകാരെ നോക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനോ കയ്യിൽ പണം വേണ്ടേ? ഇങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദന്മാർക്ക് തീരെ വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. സീവലീവ് ചെയ്ത ഒരു വീഡിയോ കാരണമായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവരുടെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ഈ വീഡിയോ അല്ല, ആ വീഡിയോ, അവർ ചെയ്ത ആ വീഡിയോ നല്ലൊരു അറിവാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് തുടരെയായി കുറേ വിഷയങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ പറഞ്ഞാൽ കൂടിപ്പോവും എന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവര് വീഡിയോയുടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ഉസ്താദന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക.
അവർ തന്നെയാണ് നമുക്ക് ഇൽമ പഠിപ്പിച്ചു തരുന്നത്. വേറെ നിങ്ങൾക്ക് കമ്മിറ്റി ഭാരവാഹികളോ അല്ലെങ്കിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങളുടെ കുട്ടി ഇന്ന് അലിഫ് എന്ന് അല്ലെങ്കിൽ ആ എന്നുള്ള ഒരു അക്ഷരം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ അലിഫ് ആ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആ നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ഉസ്താദാണ് എന്നുള്ളത് മറക്കണ്ട. അവരാണ് ഈ ദീന് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിന്ന് ഇല്ലായിരുന്നുവെങ്കിൽ, സത്യം പറയുകയാണ്, അവരില്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ദീൻ നിലനിൽക്കുമായിരുന്നില്ല. ആ കാര്യവും നിങ്ങൾ ബോധത്തോടെ നല്ല ചിന്താപൂർവം ചിന്തിച്ചു നോക്കുക. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടതായ എല്ലാ വിഷയങ്ങളും ചെയ്തു കൊടുക്കുക. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഒരു സ്ഥലത്ത്, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് 2 ഉസ്താദന്മാരാണ് അവിടെ ഉള്ളത്. അവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അവിടെ. ആ വെള്ളത്തിന്റെ യാതൊരു സൗകര്യവും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. എന്നാലും അവർ 2 കൊല്ലത്തോളമായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വെള്ളത്തിന്റെ സൗകര്യമില്ല. ഒരു മൂത്രിക്കാൻ പോണ പോലും അവർ വെള്ളം കോരിയെടുത്താണ് അവിടെ മൂത്രിക്കാൻ പോകുന്നത്. ഒരു ദാഹം വന്നാൽ പോലും അവർക്ക് കുടിക്കാൻ വെള്ളം കിണറ്റിൽ നിന്ന് അവർ സ്വന്തം കൈകൊണ്ട് കോരിയെടുത്ത പള്ളിയാണ് ആ ഒരു പള്ളി. ഞാൻ കണ്ട ഒരു ദൃശ്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മിറ്റിക്കാർക്ക് അവർക്ക് വേണ്ട ഒരു സൗകര്യം എന്തില്ലെങ്കിലും ആ ഒരു കിണറ്റിലേക്ക് ഒരു പമ്പെങ്കിലും ഇട്ട് കൊടുത്തൂടെ? അത് ചെയ്യാൻ പോലും ആ കമ്മിറ്റിക്കാർക്ക് കഴിയുന്നില്ല. എത്രയോ നാടുകളിലുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് ഒന്ന് ഉന്മേഷത്തോടു കൂടി, അള്ളാഹുവിന്റെ പള്ളിയിലേക്കാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഉസ്താദന്മാർ വരുന്നത്. ജോലി എന്ന് പറയാൻ പറ്റില്ല, ദീനീ സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കമ്മിറ്റി ഭാരവാഹികൾ എന്തിനാണ് അവിടെ നിങ്ങൾ നിൽക്കുന്നത് സ്ഥാനം ഏറ്റെടുത്ത്? ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വിട്ടൂടെ? വേറെ ആരെങ്കിലും അതിന് പറ്റുന്ന ആൾക്കാർ, അർഹതപ്പെട്ട ആൾക്കാർക്ക് അവർ കമ്മിറ്റിയിലേക്ക് വന്ന് ചേർന്നൂടെ? അതും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. കമ്മിറ്റിയിൽ സ്ഥാനം മോഹികൾ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് പ്രസിഡന്റ് ആവണം, എനിക്ക് സെക്രട്ടറി ആവണം, അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞു. എവിടെയോ ഒരു പള്ളിയിൽ പ്രസിഡന്റിന്റെ, അതായത് ഒരു മഹാസഭ നടന്നു, എന്നാലും ജനറൽ ബോഡി നടന്നു. ആ സമയത്ത് പ്രസിഡന്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ചർച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസിഡന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എവിടെയോ ഒരു ഉസ്താദിൻ്റെ അടുത്തോ എന്തിനാ പോയിട്ട് ഇസ്മൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഹൗദിലേക്ക് മുക്കിയെടുത്തു. മഗ്രിബ് കഴിഞ്ഞിട്ടാണ് ജനറൽ ബോഡി. അങ്ങനെ എന്താക്കി, ഹൗദിലേക്ക് മുക്കിയെടുത്തു. അങ്ങനെ എല്ലാവരും വന്ന് വുളൂ ചെയ്തു. എല്ലാവരും നല്ല ഉന്മേഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഇക്കൊല്ലം ചേഞ്ച് ചെയ്യണം എന്നുള്ള ഉന്മേഷത്തോടെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഹൗദിൽ വുളൂ എടുത്ത് പോയി നിസ്കരിച്ച് പുറത്തേക്ക് വന്നിട്ട് ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് ചേഞ്ച് ചെയ്യണമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റൊരുത്തിൻ്റെ ബായ അനങ്ങുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്ന്. പ്രസിഡന്റ് സ്ഥാനം പോകുന്നതിന് വേണ്ടി ഉസ്താദിൻ്റെയോ അല്ലെങ്കിൽ ഏതോ ഇസ്മു ചെയ്യുന്ന ആളെ അടുത്തേക്ക് പോയിട്ട് ഇസ്മു കൊണ്ടുവന്നിട്ട് ഹൗദിലേക്ക് മുക്കിയ ആൾക്കാർ വരെ ഉണ്ട്. അവർ സ്ഥാനമോഹികളാണ്. അവർ വേറെ ഒന്നും ജോലി ചെയ്യുന്നില്ല. അവർ പ്രസിഡന്റിന്റെ ആ ഒരു ജോലി ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് അവർക്ക് സ്ഥാനം വേണം. ഞാൻ പ്രസിഡന്റാണ്, ഞാൻ 5 കൊല്ലമായി, 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഇരിക്കണം അവിടെ. അതുമാത്രം അവർക്ക് വേണ്ടത്. അതിൻ്റെ ജോലിയൊന്നും അവർ ചെയ്യില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ. അത്തരത്തിലുള്ള സ്ഥാനമോഹികളുണ്ടെങ്കിൽ അള്ളാഹു അവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടേക്ക് നല്ല ഉന്മേഷമുള്ള ആൾക്കാരെ അള്ളാഹു ഇട്ടുകൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് തുടരെയായി ഈ വിഷയത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദന്മാർക്ക് വില കൽപ്പിക്കുക. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.